ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബേത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിനൊരുക്കമായിട്ടുള്ള 8 നോമ്പിൻ്റെ 5-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയത്തിന് തിരുസഭയിൽ നൽകുന്ന വണക്കത്തിന് സഭ വിളിക്കുന്ന പേര് ഹൈപ്പർ ധൂളിയ എന്നാണ്. ഉന്നതമായ വണക്കം എന്നുള്ളതാണ്. ഇതര വിശുദ്ധരേക്കാൾ അധികമായി മാതാവിന് മാധ്യസ്ഥ ശക്തിയിൽ പ്രാമുഖ്യമുണ്ട് എന്ന് സഭ പഠിപ്പിക്കുന്നു. ഈ മരിയ ഭക്തി എന്തിലേക്ക് നമ്മെ ഉന്മുഖമാക്കണമെന്ന് വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയിൽ പറയുന്നുണ്ട്. അടിയുറച്ച വിശ്വാസത്തിൽ നിന്നും പുറപ്പെടുന്നതും തന്മൂലം ദൈവജനനിയുടെ മാഹാത്മ്യമറിയുവാനിടയാകുന്നതിലും പുത്രസഹജമായി സ്നേഹിച്ച് അമ്മയുടെ സുഹൃതങ്ങൾ അനുകരിക്കുവാൻ പ്രചോദനം ലഭിക്കുന്നതിലുമാണ് മരിയ ഭക്തി അടങ്ങിയിരിക്കുന്നത്. അതായത് ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം മരിയ ഭക്തി എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ച് കേൾക്കുന്നത് പോലെ ഈശോയുടെ ജന്മവുമായി ബന്ധപ്പെട്ട് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ദൈവപുത്രന് ജന്മം നൽകിയ വാർത്ത ദൈവദൂതൻ ആട്ടിടയന്മാരെ അറിയിച്ചപ്പോൾ ആട്ടിടയന്മാർ വന്ന് യൗസേപ്പിനെയും മറിയത്തെയും ഉണ്ണീശോയെയും കണ്ട് ആരാധിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ അവർ മറ്റുള്ളവരോട് സംസാരിച്ചപ്പോൾ അവരെല്ലാവരും അത്ഭുതപ്പെട്ടുവെന്ന് വേദപുസ്തകത്തിൽ നമ്മൾ കാണും. എന്നാൽ മറിയം ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നുവെന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനം പറയുന്നത്. എന്താണ് മറിയം ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ പിതാക്കന്മാർ അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് ദൈവത്തെ ധ്യാനിച്ചു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ രക്ഷാകര സംഭവങ്ങളിലൂടെ മറിയം ധ്യാനാത്മകമായി കടന്നുപോയി എന്നുള്ളതാണ്. സ്വർഗത്തെ ധ്യാനിച്ചു എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. പ്രിയവരെ, ഉന്നതമായ ദൈവാശ്രയവും ജീവിത വിശുദ്ധിയുമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊരു അവസരത്തിൽ ഇത് സാധ്യമാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. മറിയത്തിൻ്റെ ചില പ്രത്യേകതകൾ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന്, മറിയം അദൃശ്യയായിരുന്നു. എപ്പോഴും ഈശോയുടെ പിറകിൽ നിൽക്കാൻ ഇഷ്ടപ്പെട്ടവളായിരുന്നു പരിശുദ്ധ മറിയം. യേശുക്രിസ്തുവിന് പ്രവർത്തിക്കുന്നതിന് വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു മറിയത്തിൻ്റെ പ്രവർത്തന ശൈലി. ചെറിയവളാകുന്നതിൽ വളരെയധികം ആത്മസംതൃപ്തി കണ്ടെത്തിയവളാണ് പരിശുദ്ധ മറിയം. നീതിസൂര്യനായ യേശുക്രിസ്തുവിന് സദാ ജ്വലിക്കുന്നതിന് സ്വയം പിന്മാറുന്ന ഒരു ഉഷകാല നക്ഷത്രമായിരുന്നു പരിശുദ്ധ മറിയം. രണ്ടാമത് നാം കാണുന്ന മറിയം വളരെയധികം എളിമയുള്ളവളായിരുന്നു. വാക്കിലും പ്രവൃത്തിയിലും ചിന്തകളിലും വളരെയധികം എളിമ പുലർത്തിയിരുന്നു.
ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ്റെ മുമ്പിൽ എളിമപ്പെട്ട ഒരു വ്യക്തി, തൻ്റെ ചാർച്ചക്കാരി എലിശുബായെ സന്ദർശിച്ച് സ്നേഹോഷ്മളമായ ഒരു ശുശ്രൂഷ നിർവഹിച്ച ഒരു വ്യക്തി. ഇതിനെല്ലാം അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെല്ലാം ദൈവം തന്നതാണ് എന്നുള്ള ബോധ്യമായിരുന്നു. അഹങ്കാരം കൊടികുത്തി വാഴുന്ന ആധുനിക ലോകത്തിൽ മറിയത്തെ പോലെ നമുക്കും എളിമയുള്ളവരായിത്തീരാം. മൂന്നാമത്, മറിയം ഭാഗ്യവതിയായിരുന്നു. ഈ ലോകത്തിലെ എല്ലാ സ്ത്രീകളെക്കാൾ ഭാഗ്യവതിയാണ് പരിശുദ്ധ മറിയം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 48-ാം തിരുവചനം പറയുന്നുണ്ട്, മറിയം തന്നെ പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എന്തുകൊണ്ടാണ്? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് അവൾ ഭാഗ്യവതിയായി തീർന്നത്. നാലാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറിയം സദാ സന്നദ്ധയായിരുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സ്വയം വിട്ടുകൊടുക്കുന്നവളായിരുന്നു പരിശുദ്ധ മറിയം. ദൈവിക ശുശ്രൂഷകൾക്ക് തന്നെ സമർപ്പിച്ചവളായിരുന്നു പരിശുദ്ധ മറിയം. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവേഷ്ടപ്രകാരം തന്നെ വിട്ടുകൊടുത്ത, തൻ്റെ ശരീരം, തൻ്റെ മനസ്സ്, തൻ്റെ സമയം, ആരോഗ്യം എല്ലാം വിട്ടുകൊടുത്തവളായിരുന്നു മറിയം. അഞ്ചാമത്, വളരെയധികം ലാളിത്യം നിറഞ്ഞവളായിരുന്നു മറിയം. കാലിത്തൊഴുത്തിൽ ഉണ്ണി ഈശോയ്ക്ക് ജന്മം നൽകിയ ദൈവമാതാവിൻ്റെ ജീവിതം കാലിത്തൊഴുത്തിലേതുപോലെ തന്നെ വളരെയധികം ലളിതമായിരുന്നു. ജീവിതത്തിൻ്റെ അവസാനം വരെയും അവളതാ ലാളിത്യം പാലിച്ചു എന്നുള്ളതാണ് മറിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, മാതാവിൻ്റെ ഈ ജന്മത്തിരുനാളിൻ്റെ ഈ സന്ദർഭത്തിൽ ആ മാതാവിൻ്റെ വിശുദ്ധ ജീവിതത്തെ ധ്യാനാത്മകമായി നമുക്ക് സമീപിക്കാം. മാതാവിൻ്റെ മാധ്യസ്ഥത നമുക്ക് തേടാം. വിശുദ്ധനായ അപ്രയം പറയുന്നത് പോലെ, തീർച്ചയായും നീയും നിൻ്റെ അമ്മയും മാത്രം എല്ലാ തലങ്ങളിലും പൂർണ്ണ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നു. എൻ്റെ കർത്താവേ, നിന്നിലും നിൻ്റെ അമ്മയിലും യാതൊരു മാലിന്യവുമില്ല എന്ന് ഞാൻ ഏറ്റുപറയുന്നു. അതുകൊണ്ട് ഈ പരിശുദ്ധനായ അപ്രേമിനെ പോലെ നമുക്കും ആ മാതാവിൻ്റെ മധ്യസ്ഥത തേടാം. ദൈവീക പുണ്യങ്ങളുടെ വിശ്വാസവും ശരണവും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന ആ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. 8 നോമ്പ് നമുക്കെല്ലാവർക്കും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.